നെസ്ലിൻ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ. ജൂൺ മാസം 5-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് വന്നത്. സിനിമയുടെ കഴിഞ്ഞ് 3 ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ഡിസ്ക്രിപ്ഷൻ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. നമ്മുടെ നെസ്ലിൻ അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, ഷർഫുദ്ദീൻ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ വെള്ളിയാഴ്ച ദിവസമാണ് തിയേറ്റർ റിലീസ് വന്നത്. സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ് കാണാൻ സാധിച്ചു നമുക്ക് കേരളത്തിൽ. ഓൾമോസ്റ്റ് 1 കോടിയുടെ മുകളിലായിട്ട്. ഈവൻ ശനിയാഴ്ച ആണെങ്കിലും സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിൽ ഗ്രോസ് കാണുന്നുണ്ട്. പടത്തിന്റെ റെസ്പോൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് മിക്സ്ഡ് തന്നെയാണ്. പോസിറ്റീവും ഉണ്ട്, അതുപോലെ നെഗറ്റീവും ഉണ്ട്. അത് പടത്തിന്റെ ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നമാവാൻ ചാൻസ് കാണുന്നുണ്ട്. 10-12 കോടി കാണുന്നുണ്ട് പടത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് ട്രാക്കേഴ്സ് പ്രകാരം. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് നല്ല റെസ്പോൺസിനായിട്ട് വരും ദിവസങ്ങളിൽ. പടത്തിന്റെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഞായറാഴ്ച സിനിമയ്ക്ക് 1,86,00,000 ബോക്സ് ഓഫീസ്. തമിഴിൽ നിന്ന് വന്ന ബ്ലാസ്റ്റ് ആണെങ്കിലും ദൃശ്യം 3 എന്ന സിനിമയുടെ 3-ാമത്തെ ആഴ്ചയാണെങ്കിലും നല്ലപോലെ കളക്ഷൻ കാണുന്നുണ്ട്. 2 സിനിമയ്ക്കിടയിലും നല്ല പുതിയ സിനിമയായ മോളിവുഡ് ടൈംസ് കുറച്ച് പാടുപെട്ടിട്ടുണ്ട് നല്ലൊരു ബോക്സ് ഓഫീസ് നമ്പേഴ്സിലോട്ട് എത്തുവാനായിട്ട്. 1,86,00,000 ഞായറാഴ്ച പടത്തിന് ബോക്സ് ഓഫീസ്. നിലവിൽ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 5,50,00,000 6 കോടിയിലോട്ട് പോവുകയാണ് കേരള ഗ്രോസ് മാത്രമായിട്ട് സിനിമയ്ക്ക് തിങ്കളാഴ്ച ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ. സിനിമയ്ക്ക് തിങ്കളാഴ്ച നല്ല അഡ്വാൻസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് 1,05,00,000 കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് ആയിട്ട്. ഇനി സിനിമയുടെ വിദേശത്തെ കളക്ഷൻ തന്നെയാണ്. സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് മാത്രം 5,25,00,000 കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പടത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 6,52,00,000. ഇനി പടത്തിന്റെ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 5,60,00,000. ഓൾമോസ്റ്റ് ഇന്നലെ മാത്രം സിനിമയ്ക്ക് 2,740 ഷോസ് ആണ് ടോട്ടലായിട്ട് കാണാൻ സാധിച്ചത്. പടത്തിന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ചിത്രത്തിന് 11,77,00,000 സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇന്ന് തിങ്കളാഴ്ച. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയ്ക്ക് എത്ര കോടി കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വർക്കിംഗ് ഡേയില്. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് മോളിവുഡ് ടൈംസിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.